ഇന്ന് ഓണവുമാണ്, നമ്മ ഇന്ന് അവധിയുമാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ വീട്ടിലൊരു ഓണസദ്യയാണ്. ഓണം നമ്മളൊന്നിച്ച് കൂടാനും കടയിലൊന്ന് കാണാനുമായിട്ട് കരടീൻ്റെ അമ്മയും നാട്ടിൽ നിന്ന് നമ്മളെ ചങ്ങായി കുരുവയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മ എല്ലാവരും കൂടി രാവിലെ തന്നെ അടുക്കള കയറി സദ്യേൻ്റെ പരിപാടിയെല്ലാം തുടങ്ങി. എന്താണെന്നറിയില്ല, നമ്മൾ കണ്ണൂരിലുള്ളവർക്കെല്ലാം നോൺ വെജ് ഇല്ലാണ്ട് അങ്ങോട്ട് സദ്യ ഇറങ്ങൂല. ഇനിയിപ്പോൾ സാധാരണ ചോറിക്കാണെങ്കിലും നമുക്ക് നോൺ വെജ് നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് പോർക്കും കൂടി വാങ്ങിന്. ഇനി എന്തെല്ലാം ആക്കിയിട്ടുണ്ടെങ്കിലും ഒരു ഇലയിൽ കഴിച്ചില്ലെങ്കിൽ സദ്യ കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ട് നമ്മൾ കടയിൽ പോയിട്ട് കുറച്ച് ഇല കൂടി വാങ്ങിയിട്ട് വന്നു. നമ്മളെ കുറച്ച് ചെങ്ങായിമാരെയും കൂടി വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അവർ വന്നിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ടാണ് നമ്മൾ സദ്യ കഴിക്കുന്നത്. അച്ചാറും പപ്പടവും പയറുതോരനും പെരക്കും കൂട്ടുകറിയും അവിയലും പിന്നെ നല്ല സാമ്പാറും. അടുത്തതായിട്ട് എറണാകുളത്ത് നമ്മളെ കണ്ണൂർ സ്റ്റൈലിൽ ചോറും മീനെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പ്ലാനും കൂടി ഉണ്ട്. രാത്രി ആകുമ്പോഴത്തേക്കും ചെങ്ങായും ഫാമിലിയും വന്നിട്ടുണ്ടായി. മോളെയും കളിപ്പിച്ച് കുറേ നേരം അവരായിട്ട് വർത്താനവും പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ആശാന് ചെറിയ പെടൽ വേനയിലുണ്ട് നമ്മളെ കുരുവി സാറിൻ്റെ വക സ്പെഷ്യൽ ആയുർവേദ തെറാപ്പി സെഷനും കൂടി ഉണ്ടായിന്. ചെങ്ങായി പിന്നെ ആയുർവേദ തെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് നമുക്കൊന്നിനും പുറത്തു കൊണ്ട് ആവശ്യമില്ല. അതും കൂടി കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പത്തടിപ്പാലത്തുള്ള ഹെർമൻ മോട്ടോഴ്സിലേക്കാണ്. അവിടെ പോയിട്ട് പുതിയ ഏതെല്ലാം വണ്ടി വന്നിട്ടുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല.